അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ പ്രവാചകന്മാരും പരിശുദ്ധ കഅബയിൽ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. മാമിൻ നബിയിൻ ഇല്ലാ വഹജ്ജൽ ബൈത്ത്. എല്ലാ പ്രവാചകന്മാരും കഅബയിൽ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ആഷിയത്തുൽ ജമലിൽ കാണാം ഹത്താ ഈസാ നബി അലൈഹിസ്സലാം ഒരേ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. എന്തിനാണ് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ പ്രത്യേകിച്ചിട്ട് പറഞ്ഞത്? ഈസാ നബി അലൈഹി ഇസ്ലാം ഒരേ ഹജ്ജ് ചെയ്തിട്ടുണ്ടെന്ന് പ്രത്യേകിച്ചിട്ട് പറഞ്ഞത്, ഈസാ നബി അലൈഹി ഇസ്ലാം ജീവിച്ചിട്ടുള്ള കുറച്ച് പ്രവാചകന്മാരുണ്ട്. ആ ജീവിച്ചിട്ടുള്ള പ്രവാചകന്മാരിൽപ്പെട്ട ആളാണ് ഈസാ നബി അലൈഹി ഇസ്ലാം. സുന്നികളുടെ വിശ്വാസമാണ് അന്ത്യനാളാകുമ്പോൾ ഈസാ നബി അലൈഹി ഇസ്ലാം ഇറങ്ങി വരും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ ദീനിനെ ഇവിടെ പ്രചരിപ്പിക്കും എന്നുള്ളത് നമ്മുടെ വിശ്വാസമാണത്. ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. നസ്രാനികളുടെ വിശ്വാസം ഈസാ നബിനെ യഹൂദികൾ കൊന്നുകളഞ്ഞിട്ടുണ്ട്, കുരിശിലേറ്റപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഖുർആൻ അത് പറയുന്നില്ല. ഖുർആൻ ഈസാ നബിനെ അവർ കൊന്നുകളഞ്ഞിട്ടില്ല. ഈസാ നബിനെ അല്ലാഹു തആല ആകാശത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. ആകാശത്തിലേക്ക് ഉയർത്തപ്പെട്ട നബി ഹജ്ജിന് വേണ്ടി ഭൂമിയിലേക്ക് ഈസാ നബി അലൈഹി ഇസ്ലാം വന്നിട്ടുണ്ട് എന്ന് ചരിത്രം കാണാം. ഇവിടെ നസ്രാനികൾ പറയുന്ന വാക്കുകൾ ഖുർആൻ പറയുന്നുണ്ട്. വഖൗലിഹിം മിന്ന, യഹൂദികളായ ആളുകൾ പറയുന്നുണ്ട്, വഖൗലിഹിം മിന്ന ഖതൽനൽ മസീഹ ഈസ ഇബ്ന മറിയം റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലായ ഈസാ നബിനെ ഞങ്ങൾ കൊന്നുകളഞ്ഞിട്ടുണ്ട് എന്ന് അവർ വാദിക്കുമ്പോൾ അവരെ ഖണ്ഡിച്ചുകൊണ്ട് പറയുന്നു, വമാ ഖതലൂഹു വമാ സലബൂഹു, ഈസാ നബിനെ അവർ കൊന്നുകളഞ്ഞിട്ടില്ല, അവർ കുരിശിലേറ്റപ്പെട്ടിട്ടുമില്ല. മാലഹും ബിഹി മിൻ ഇൽമിൻ ഇൽത്തിബാ, അല്ലാഹ് അവർ ഊഹിച്ച് മാത്രം പറയലാണ്. യഥാർത്ഥത്തിൽ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ അവർ കൊന്നിട്ടില്ല, കുരിശിലേറ്റിയിട്ടില്ല, അവർ വിവരമില്ലാതെ പറയുന്നുണ്ട് എന്ന് ഖുർആൻ ഖണ്ഡിക്കുന്നുണ്ട് അവർ. എന്നിട്ട് വമാ ഖതലൂഹു യഖീന, 100% ഉറപ്പായി തന്നെ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ അവർ കൊന്നുകളഞ്ഞിട്ടില്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. പിന്നെ ഈസാ നബി അലൈഹി ഇസ്ലാം ഇവിടെ പോയി ഖുർആൻ പറയുന്നു, ബൽ റഫഅഹുല്ലാഹു ഇലൈഹി, അല്ലാഹു തആല മേലോട്ട് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ഉയർത്തിയിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ ആകാശത്തിലുള്ള ഈസാ നബി അലൈഹി ഇസ്ലാം ഭൂമിയിലേക്ക് അന്ത്യനാൾ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി വരുമെന്നുള്ളതാണ്. എന്നാൽ ഈസാ നബി അലൈഹി ഇസ്ലാമുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ മുസാഫഹത്ത് ചെയ്തിട്ടുണ്ട്. അത് എവിടെയാണ് നോക്ക് നിങ്ങൾ. ഇബ്നു അസാക്കിർ റളിയല്ലാഹു അൻഹു അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ആഷിയത്തുൽ ജമലിൽ കൊടുത്തിട്ടുണ്ട്. ഫഖദ് അഖറജ ഇബ്നു അസാക്കിർ അൻ അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഇബ്നു അസാക്കിർ റളിയല്ലാഹു അൻഹു പുറപ്പെടുവിക്കുന്നുണ്ട്. ഖാല, അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്തു അതൂഫു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ തവാഫ് ചെയ്യുന്നവനായിരുന്നു. ഇദ് റഅയ്തുഹു സാഫഹ ഷൈഅൻ വലാ നറാ, അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ നീട്ടി ഇങ്ങനെ മുസാഫഹത്ത് ചെയ്യുന്നുണ്ട്, ഏതോ ഒരു വസ്തുവിനെ ഇങ്ങനെ മുസാഫഹത്ത് ചെയ്യുന്നുണ്ട്, പക്ഷേ ആളെ കാണുന്നില്ല. റസൂലുള്ളാഹി കൈ കൊടുത്ത് മുസാഫഹത്ത് ചെയ്യുന്നുണ്ട്, പക്ഷേ ആളെ കാണുന്നില്ല. ഫഖുൽതു ലഹു യാ റസൂലല്ലാഹ് റഅയ്നാക സാഫഹത ഷൈഅൻ വലാ നറാ, അല്ലാഹുവിൻ്റെ റസൂലേ, നിങ്ങൾ മുസാഫഹത്ത് കൈ കൊടുത്ത് ഹസ്തദാനം ചെയ്യുന്നതായിട്ട് ഞങ്ങൾ കാണുന്നു, പക്ഷേ ആളെ കാണുന്നില്ലല്ലോ, നിങ്ങൾ ആരെയാണ് ഇവിടെ മുസാഫഹത്ത് ചെയ്തത്? ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാക അഖീ ഈസ ഇബ്നു മറിയം, മറിയം ബീവിൻ്റെ മകനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആകുന്ന എൻ്റെ സഹോദരനാണ്. ഇൻതളർതുഹു ഹത്താ ഫറഹ മിൻ തവാഫിഹി, പരിശുദ്ധ കഅബയിൽ നിന്ന് തവാഫിൽ നിന്ന് വിരമിക്കുന്നത് വരെ ഞാൻ കാത്തു നിന്നതാണ്. ഫസല്ലംതു അലൈഹി, അങ്ങനെ ആ തവാഫെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ഈസാ നബിക്ക് പോയിട്ട് ഞാൻ സലാം പറഞ്ഞു, കൈ മുസാഫഹത്ത് ചെയ്തതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ ആ ഒരു ഹദീസ്
ഹാഷിയത്തുൽ ജമലിൽ ഉദ്ധരിക്കുന്നതായി കാണാം. അതുകൊണ്ടാണ് ഹത്താ ഈസ, എല്ലാ പ്രവാചകന്മാരും ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഈസാ നബി വരെ എന്ന് പ്രത്യേകം എടുത്തു പറയുന്നത് എന്തിനാണ്? ഇത്തരം ഒരു ചരിത്രം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി നിലനിൽക്കുന്നുണ്ട്.